ഹായ് തലവൻ ആസിഫ് അലി ബിജുമാനോൻ തലവൻ സിനിമയാണ്. ആ സിനിമയുടെ ട്രെയിലർ റിയാക്ട് ചെയ്യാൻ പോകുന്നത്. ഇത് ജിസ് ജോയുടെ പടമാണ്. ജിസ് ജോയിനെ മനസ്സിലായില്ലേ? വിജയ് സൂപ്പർ പൗർണമി ഇതൊക്കെ ഡയറക്റ്റ് ചെയ്തത്. അപ്പോൾ ആൾ വളരെ ഫീൽ ഗുഡിൻ്റെ ആളാണ്. കഴിഞ്ഞ ഒരു സിനിമ ആള് പെപ്പയും ആസിഫ് അലിനെ വെച്ചിട്ട് ആസിഫ് അലി അന്നൊരു മുൻപൊരു സിനിമ ചെയ്തിരുന്നു ആള്. ആ പടം കുറച്ച് സീരിയസ് പടമായിരുന്നു. പെപ്പയുണ്ടെന്ന് തോന്നുന്നു അതിൽ. അത് വലിയ വിജയമായിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ടിപ്പോൾ പുതിയ പടം പോലീസ് സ്റ്റോറി. അപ്പോൾ നമുക്ക് ട്രെയിലർ കണ്ടിട്ട് ബാക്കി പറയാം. ആള് സ്ട്രെയിറ്റാ. അവന്റെ പ്രായത്തിൽ നമ്മൾ തന്നെ മോശമായിരുന്നു. 12 കൊള്ളിട്ടാലും ബെറ്റർ ആവത്തനോ. ഇന്ന് ചേപ്പനന്തോട്ട കേസ് പറഞ്ഞൂടെ? സാറേ, എത്ര നാളായി സർവീസില്? സർ ഓൾമോസ്റ്റ് 1.5 വർഷം. അതിനിടയ്ക്ക് എത്ര ട്രാൻസ്ഫർ? ഇത് 5ാമത്തെയാണ് സർ. നമ്മൾ കണ്ടറിഞ്ഞങ്ങ് നിന്നാ മതി സാറേ. ലേശം മുൻകോപം ഉണ്ടെന്നേ ഉള്ളൂ. പോലീസിന്റെ കൈ വെക്കുന്നു. അടിക്കണം. കൊലപാതകശ്രമമാട്ടോ സാറേ. എന്റെ കൈപ്പാങ്ങനെ കിട്ടിയാൽ ഞാൻ തീർക്കും സാർ. സാറേ, അവനെ കാർത്തിക് സാർ പറഞ്ഞു വിട്ടു. പഠിച്ച കള്ളന്മാരാ സാറേ. സർ ചോദിച്ചാൽ എനിക്ക് പറയേണ്ടി വരും. പറയരുത് സാർ, ആ കേസ് മാനിപ്പുലേറ്റഡ് ആണ്. അതിന് കേസിന്റെ ഗ്രാവിറ്റി അറിയാത്ത ഇഡിയറ്റ്. സർ കുറച്ചും കൂടെ മര്യാദയ്ക്ക് സംസാരിക്കണം. ഇല്ലെങ്കിൽ നീന്തിയടാ. രണ്ടും ഒരേ ഇനവാ, ക്രിമിനൽസ്. പറ്റിപ്പോയതാ സാറേ, എനിക്കൊരു ജീവിതമില്ല സാർ. പോലീസിന് ഇനി ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോകണമെങ്കിൽ ഇവിടുന്ന് ബ്ലഡ് ചെയിനോ ഫിംഗർ പ്രിന്റോ എന്തെങ്കിലും ഒന്ന് കിട്ടണം. ഫോറൻസിക്കാർ കൈമലർത്തിയില്ല. അഭ്യൂഹങ്ങളല്ലോ ജോഷി, എന്തിനും കൃത്യമായൊരു തീർപ്പുണ്ട്. പോലീസ് ആഭ്യന്തര വകുപ്പിന്റെ കീഴില. അതിലിനി ക്രിമിനൽസ് വേണ്ട. നീ നിന്റെ ആംഗിൾ ഉണ്ടാക്ക, ഞാൻ എന്റെ വഴി കണ്ടുപിടിച്ചോളാം. 10-15 വർഷമായില്ലേ യൂണിഫോം ഇടാൻ തുടങ്ങിയിട്ട്. ഇട്ടിച്ച് ഞാൻ പിഴിയും കഴിവറി. ഒന്ന് വണ്ടി കയറോ. ഞാനാണ് ഈ സ്റ്റേഷനിൽ എത്തിച്ചോ. ഇപ്പൊ ഇവിടത്തെ എസ്എച്ച്ഒ ഞാൻ. ഞങ്ങൾ ഇരട്ടവറ്റാന്ന് തോന്നുന്നു. അടിപൊളി, നല്ല ഒരു അയ്യപ്പനും കോശിയുടെ വേറൊരു മൂഡ് സംഭവമാണെന്ന് തോന്നുന്നു. രണ്ട് പോലീസുകാരുടെ ഇടയിലുള്ള ഒരു സംഭവം തോന്നുന്നു. കുറേ പേരുണ്ട്, കുറേ ആർട്ടിസ്റ്റുകളുണ്ട്. പിന്നെ ഇപ്പൊ കാണിച്ച ഒരു ട്രെയിലർ വെച്ച് നോക്കുകയാണെങ്കിൽ ഭയങ്കര സീരിയസ് പടമാണെന്ന് തോന്നുന്നു. ഭയങ്കര സീരിയസ് ആണ്. ആസിഫ് അലി ഭയങ്കര നല്ലൊരു റൂഡായിട്ടുള്ള പോലത്തെ ഒരു ക്യാരക്ടർ അല്ലേ ബിജുമാനോൻ. ബിജുമാനോൻ പറഞ്ഞ എന്തൊരു അല്ല, അയ്യപ്പൻ എന്ന് പറഞ്ഞ ആ പോലീസ് ക്യാരക്ടറിൽ നിന്നും അല്ലെങ്കിൽ ഇപ്പൊ അടുത്ത് ഒരു പടം തുണ്ട് എന്ന് പറഞ്ഞ പടത്തിലുള്ള ബിജുമാനോനിൽ നിന്നൊക്കെ എന്ത് വ്യത്യാസമാണ് ഈ ബിജുമാനോൻ. പോലീസ് തന്നെയാണ് പറയുമ്പോൾ പോലീസ് ക്യാരക്ടറിന്, പക്ഷെ ആൾ എന്ത് നല്ല വ്യത്യാസം തോന്നി. ആളുടെ ആ ഒരു ഡയലോഗ് ഡെലിവറിയും പരിപാടി. ആസിഫ് അലി അനുശ്രീ, പിന്നെ ആരോ മിയ ഉണ്ടെന്ന് തോന്നുന്നു. മിയ കാലിന് വയ്യാതെ നടന്ന ഒരു ഷോട്ട്. കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അല്ല, ഈ ജിസ് ജോയ് ഇത്രയും സീരിയസ് പടങ്ങളല്ല സാധാരണ ചെയ്യണം. ആള് വളരെ ഫീൽ ഗുഡ് ആയിട്ടുള്ള ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള സിനിമകളാണ് കൂടുതലും ചെയ്യണം. പക്ഷെ ഇത് ആളൊരു പുതിയ ട്രൈ ആയിരിക്കും. കാരണം കഴിഞ്ഞ പടങ്ങളൊക്കെ അത്ര ഒരു സക്സസ് അല്ലാത്തതുകൊണ്ട് ആസിഫ് അലിക്ക് വളരെ ഈ പടം നന്നാവണ്ട. എന്തായാലും അല്ല, ചുമതലയുണ്ട്. ആളുടെ ആവശ്യമാണ്, ആളെ നീടാണ് ഈ പടം നന്നായിട്ട് വരേണ്ടത്. നല്ല പിന്നെ ആസിഫ് അലി നന്നായിട്ട് എഫർട്ട് എടുക്കുന്ന ഒരു നടൻ കൂടി. പടം എന്തായാലും നമ്മൾ ഫസ്റ്റ് ഷോ തന്നെ പോയി കാണാൻ തോന്നുന്ന തരത്തിലുള്ള ഒരു പടമാണ്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ മ്യൂസിക് ദീപക് ദേവ്. എത്ര നാളായില്ല ദീപക് ദേവൊക്കെ മ്യൂസിക്, കുറേ നാളായി തോന്നുന്നു. പൃഥ്വിരാജിന്റെ പടങ്ങളാണ് സാധാരണ ദീപക് ദേവ് ചെയ്യുക. ലൂസിഫർ ദീപക് ദേവാണ്. പൃഥ്വിരാജായിട്ട് അത്രയും കമ്പനിയും കാര്യങ്ങളുണ്ട്. ആളുടെ പടങ്ങളാണ് കിട്ടാറ്. പിന്നെ ഒരു സമയത്ത് നല്ല ഹിറ്റുകൾ ഉണ്ടാക്കിയിട്ട് പിന്നെ ബാക്ക് അടിച്ചു പോയി. ഇപ്പൊ ഷാൻ റഹ്മാനും ഇതുപോലെ തന്നെ ബാക്ക് പോയി. ഗോപി സുന്ദർ, ആ ഒരു ലിസ്റ്റിലുള്ള ആൾക്കാരാണ് ദീപക് ദേവൊക്കെ. എന്നിട്ട് അവര് ഇപ്പൊ ഇല്ല, പാട്ടൊന്നും അധികം ഉണ്ടാവാൻ സാധ്യതയില്ല ഈ പടത്തില്. ഈ തലവൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടാവില്ല, അങ്ങനത്തെ ഒരു ചെറിയ പരിപാടികളൊക്കെ ആയിരിക്കും കൂടുതലും. അല്ലാതെ പാട്ട് ചിലപ്പോൾ സിറ്റുവേഷനിൽ എന്തെങ്കിലും ഇമോഷണൽ ഡ്രാമ, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അങ്ങനത്തെ എല്ലാം കാണിക്കുമ്പോൾ എന്തെങ്കിലും പാട്ട് വരാൻ സാധ്യതയുണ്ട്. ടോട്ടലി എല്ലാം കൊണ്ടും ഫീൽ ഗുഡാ. ഏത് ഇപ്പം കണ്ടതാ?
അല്ല, നമ്മൾ ഇത്ര നാൾ ഇത് ഫീൽ ഗുഡ് അല്ല, ഇത്ര നാൾ ജോയ് ചെയ്തു വന്നതിലും വ്യത്യാസമുള്ളതാണല്ലോ നമ്മൾ പറഞ്ഞത്. ഫീൽ ഗുഡാണോ സിനിമ? സിനിമ വളരെ ടറായിട്ടുള്ള സിനിമയാണ്. കൈ ഇതാണ് പറഞ്ഞു വന്നപ്പോൾ തെറ്റിയതാണ്. സിനിമ ഭയങ്കര ഈ സിനിമ വളരെ എന്നിട്ടാ സീരിയസ് ആണ്. ഓക്കെ, അപ്പോൾ സീരിയസ് ഇതുപോലെ പോലീസ് ഡ്രാമ, പിന്നെ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള ആക്ടിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. സ്ക്രിപ്റ്റ് ഡ്രാമയാണെങ്കിലും അവരുടെ പെർഫോമൻസ് മുഴുവൻ ഭയങ്കര റിയലിസ്റ്റിക് പരിപാടികൾ പിടിച്ച പോലെയാണ് തോന്നിയത്. പക്ക പോലീസ് സ്റ്റേഷനും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ സിനിമ പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞാൽ നല്ല രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട്. പണ്ടൊക്കെ മലയാള സിനിമയിലത്തെ പോലീസ് സ്റ്റേഷനും കുട്ടമ്പിള്ള പോലീസിൽ നിന്നൊക്കെ ഭയങ്കര വ്യത്യാസമുണ്ട്. മലയാള സിനിമയിലത്തെ പോലീസുകാർ കുറച്ചും കൂടി എന്താണ് പോലീസ് സ്റ്റേഷൻ എന്ന് മനസ്സിലാക്കി അത് ആർട്ടായിട്ടും കോസ്റ്റ്യൂമായിട്ടും മേക്കപ്പായിട്ടും ചെയ്യുന്ന തരത്തിലുള്ള പരിപാടികളാണ് ഇപ്പോൾ പിടിക്കുന്നത്. അപ്പോൾ സിനിമ വരട്ടെ, സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും. സിനിമ നമ്മളെന്തായാലും ഫസ്റ്റ് ഡേ കാണാൻ ശ്രമിക്കും അല്ലേ? അപ്പോൾ ഓക്കെ, ബൈ.